ബിസിനസ് ലോയിൽ ഇന്ന് നമ്മളെ ടോപ്പിക്ക് എസെൻഷ്യൽ ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ ആണ്. ഒരു വാലിഡ് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് എന്തെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ ഓഫറിൻ്റെ എസെൻഷ്യൽ പഠിച്ചു, കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ പഠിച്ചു. ഇനി കൺസിഡറേഷൻ്റെ എസെൻഷ്യൽ, അതായത് നമ്മൾ ഈ എസെൻഷ്യൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അതിനെ ലീഗൽ കൺസിഡറേഷനായിട്ട് പരിഗണിക്കില്ല മാത്രമാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ? ഇതോടെ നമ്മൾ ഈ ഒരു പി പി ടിയിലൂടെ നമ്മൾ ഏകദേശം കൺസിഡറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കൺസിഡറേഷൻ്റെ എസെൻഷ്യൽസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇന്നത്തെ ടോപ്പിക്കാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് എസെൻഷ്യൽസ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പോയിന്റ് മാത്രം എഴുതിയാൽ മതി. എക്സ്പ്ലനേഷൻ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അതായത് കൺസിഡറേഷൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ്, ആരാവശ്യമാണ് കൺസിഡറേഷൻ? അത് ഒബ്വിയസ്ലി പ്രോമിസറാണ്. ഒരു കമ്പ്യൂട്ടർ ഒരാൾ വിൽക്കുകയാണ്, എ എന്ന് അറിയുന്ന ആൾ ബിക്ക് കമ്പ്യൂട്ടർ വിൽക്കുകയാണെങ്കിൽ ആ കൺസിഡറേഷന് വരുന്നത് ആരെ ഡിസയർ പ്രകാരമാണ്? ആ വിൽക്കുന്ന ആളായ പ്രോമിസറാണ്. അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇതൊരു പ്രാവശ്യം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉള്ള ടൈമിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ഡാഷ്. ബ്രാക്കറ്റിൽ പ്രോമിസർ, പ്രോമിസി ഓർ തേർഡ് പാർട്ടി എന്നുണ്ടായിരുന്നു. അതിന് ആ കൺസിഡറേഷൻ ആവശ്യം ഉന്നയിക്കുന്നത് ആളാര് മാത്രമാണ്? പ്രോമിസറാണ്. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. നിങ്ങളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ നിങ്ങളാണ് പ്രോമിസർ, വാങ്ങുന്ന ആൾ പ്രോമിസിയാണ്. അപ്പോൾ അതിന് എത്രയാണ് വില, ആ വില, അതിൻ്റെ വാല്യൂ, അതിൻ്റെ കൺസിഡറേഷന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ലേറ്റർ എന്ത് സംഭവിക്കുന്നതല്ല, ദ ഫസ്റ്റ് ഡിസിഷൻസ് കം ഫ്രം ദ പ്രോമിസർ. ഓക്കെ, അതുകൊണ്ടാണ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. സെക്കൻഡ് നോക്കാം, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൺസിഡറേഷൻ ആരിൽ നിന്നാണോ വരുന്നത്, അത് പ്രോമിസിയിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും ഭാഗത്തു നിന്നായിരിക്കാം. ഇത് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ കാര്യം. അതായത് കൺസിഡറേഷൻ, ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ കമ്പ്യൂട്ടർ വിൽക്കുകയാണ് ബിക്ക്. അപ്പോൾ കൺസിഡറേഷൻ ആവശ്യം, ഡിസയർ ഉന്നയിക്കൽ പ്രോമിസറും. അത് ആരെ കയ്യിൽ നിന്നാണ് വരിക? വാങ്ങുന്ന ആളായ പ്രോമിസിയുടെ കയ്യിൽ നിന്നാണ്. പിന്നീട് അല്ലെങ്കിൽ പ്രോമിസി ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? ആ കൺസിഡറേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. പ്രോമിസി നിങ്ങൾ മറക്കരുത്. മൂവ് ഫ്രം ആണെങ്കിൽ പ്രോമിസിയും, ഡിസയർ ആണെങ്കിൽ പ്രോമിസറും. ഓക്കെ, മൂന്നാമത് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്താണ്, പ്രസന്റ് കൺസിഡറേഷൻ എന്താണ്, ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്താ, വളരെ ഡീറ്റെയിൽഡ് ആയി പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്യൂക്കേറ്റ് എന്നാണ്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ വാങ്ങുന്ന കൺസിഡറേഷൻ ഒരിക്കലും ആഡ്യൂക്കേറ്റ് ആവണം എന്നില്ല. അത് പ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 സെൻറ്റ് ഭൂമി നമുക്ക് 1000 രൂപ സെൻറ്റിന് വിൽക്കാം. അപ്പോൾ നമ്മൾക്ക് ആ കൺസിഡറേഷൻ ഒരിക്കലും ആഡ്യൂക്കേറ്റ് ഇല്ല എന്ന് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അതൊരു വിഷയമല്ല. പക്ഷെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, പക്ഷെ അത് ആഡ്യൂക്കേറ്റ് ആകണം എന്നത് നിർബന്ധം ഇല്ല. പക്ഷേ ലേറ്റർ അത് ചിലപ്പം അയാൾ ഭീഷണിപ്പെടുത്തിയിട്ട് വില കുറച്ചതാണെങ്കിൽ അതിനവിടെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ കൺസിഡറേഷൻ മസ്റ്റ് ആകണം, അത് എത്രയാകണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന എന്താണെങ്കിലും, കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്ന പണമായിട്ട് കൊടുക്കാം, ഗുഡ്സ് ആയിട്ട് കൊടുക്കാം, സർവീസ് ആയിട്ട് കൊടുക്കാം, ഇത് റിയൽ ആയിരിക്കണം, ഒരിക്കലും ഇല്യൂഷറി ആകാൻ പാടില്ല. പിന്നെ പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം, ഇല്ലീഗൽ ആയിട്ടുള്ള ഒന്നും തന്നെ ആകാൻ പാടില്ല. സോ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ഇനി ലാസ്റ്റ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഇസ് നോട്ട് ഓൾറെഡി ബൗണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില കൺസിഡറേഷൻ ഒരു പ്രോമിസ് ഒരാൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അയാൾക്ക് ഓൾറെഡി അതിന് കൺസിഡറേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നീട് നമ്മളൊരു കൺസിഡറേഷൻ അതിന് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ BSNL ഒരാൾ വന്ന് ടെലിഫോൺ
ലൈനിൽ കംപ്ലൈൻറ്റ് വന്നു, അയാൾ റിപ്പയർ ചെയ്തു. അത് റിപ്പയർ ചെയ്യുമ്പോൾ അയാൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി ഈസ് ഗെറ്റിംഗ് സാലറി ഫ്രം ദ ഗവൺമെൻറ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ, ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വീട്ടിൽ നന്നാക്കി തരുമ്പോൾ നമുക്ക് അവർക്ക് ഒരിക്കലും കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ ഓൾറെഡി പെയ്ഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനത്തെ കേസാണ് ഇവിടെ പറഞ്ഞത്. എക്സാമ്പിൾ ഉണ്ട്, എ promises to do one is already bound to do either by general law or under an existing contract. It's not a good consideration for a new promisee. For example, a promissory to pay money to a police officer to investigate into a crime. It was held that the agreement was invalid because the officer was already under the duty to do സോ ബൈ ലോ, അല്ലേ? ഒരു പോലീസുകാരന് കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന വ്യക്തി കൈക്കൂലി ഓഫർ ചെയ്തു. അങ്ങനെ കൈക്കൂലി ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അയാൾ ഓൾറെഡി നിയമപ്രകാരം അത് അന്വേഷിക്കേണ്ട ആളാണ്. അത് അന്വേഷിച്ചാൽ അതിന് ചിലവൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അത്തരത്തിലുള്ള കൺസിഡറേഷനും വാലിഡ് അല്ല. അപ്പോൾ ഈ പോയിന്റ് നന്നായിട്ട് പഠിക്കണം. 5 മാർക്ക് സെക്ഷനിൽ വരുന്നതാണ്. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, പോയിന്റ് എഴുതിയാലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻ നമ്മൾ പഠിച്ചു. പോകുന്നത് 2 മാർക്ക് സെക്ഷനിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മിനിമം 2 വ്യക്തികൾ വേണം എന്നുള്ളത്. ഒരു പ്രോമിസറും ഒരു പ്രോമിസി, അതിലിപ്പോൾ എണ്ണത്തിൽ കൂടുതലാകാം. പക്ഷേ ഇവരല്ലാത്ത ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത പ്രോമിസറോ അല്ലാത്ത വേറൊരു തേർഡ് പാർട്ടിക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റിൽ ഒരു തരത്തിലുള്ള റൈറ്റും ഇല്ല. ഈ കോൺട്രാക്റ്റിൽ പങ്കെടുത്ത പ്രോമിസിക്കും പ്രോമിസർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്യാം, തർക്കങ്ങൾ പരിഹരിക്കാം. പക്ഷെ ഒരു തേർഡ് പാർട്ടിക്ക് നെവർ ആൻഡ് എവർ cannot enter into the contract. ഒരിക്കലും അയാൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിന് പറയുന്ന പേരാണെന്ത്? പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. നമുക്ക് വായിച്ചു നോക്കാം. The relationship between the parties in a contract which entitles them to sue each other but prevent a third party from doing so. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് പാർട്ടിക്ക് ഒരിക്കലും എന്തില്ല, ഒരു കോൺട്രാക്റ്റിൽ മൂന്നാമതൊരാൾക്ക് നമ്മൾ തമ്മിൽ എയും ബിയും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, എക്ക് ബിനെ കുറിച്ചൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എക്ക് കേസ് ഫയൽ ചെയ്യുക, തിരിച്ചും ഫയൽ ചെയ്യുക. പക്ഷേ സി എന്ന് പറയുന്ന ഈ കോൺട്രാക്റ്റിൽ പങ്കെടുക്കാത്ത സിക്ക് ഒരിക്കലും ഈ കേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, എൻട്രി ചെയ്യാൻ പാടില്ല. അതാണ് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. അതുപോലെ ഇവിടെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ഈസ് എ കോമൺ ലോ പ്രിൻസിപ്പിൾ വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് എ കോൺട്രാക്ട് കനോട്ട് confer the rights or impose the obligation upon any person who is not a party of the contract. അപ്പോൾ കോൺട്രാക്റ്റിൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് കോൺട്രാക്റ്റിൻ്റെ റൈറ്റ്സോ ഒബ്ലിഗേഷനോ ഒരിക്കലും നിയമപ്രകാരം ഇമ്പോസ് ചെയ്യാൻ പറ്റില്ലേനും അയാൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് പരിശോധിച്ച് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് മീൻസ് ദാറ്റ് എ തേർഡ് പാർട്ടി കനോട്ട് സ്യൂ ദ കോൺട്രാക്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. എന്താണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ? നമ്മൾ പറഞ്ഞു സംതിങ് ഇൻ റിട്ടേൺ, അല്ലേ? കോൺട്രാക്റ്റിൽ നമ്മൾ കൈമാറുന്ന മോണിറ്ററി വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ ആണ്, അല്ലേ? അതിലും പ്രിവിറ്റി ഉണ്ട്. അതായത് എയും ബിയും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്ക് അതുകൊണ്ട് കിട്ടുന്ന കൺസിഡറേഷൻ വാങ്ങാനോ കൊടുക്കാൻ ഇന്ത്യയിൽ റൈറ്റ് ഉണ്ട്, പക്ഷെ വാങ്ങാൻ റൈറ്റ് ഇല്ല. നമ്മൾ നേരത്തെ എസെൻഷ്യലി പഠിച്ചു, അല്ലേ? ദ പ്രോമിസി ഓർ എനി തേർഡ് പാർട്ടി. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് കഴിഞ്ഞാൽ ആ എടുത്താക്ക ലോണ് വീട്ടാം. ഇനി വേറൊരാൾക്ക് നമ്മളൊക്കെ സഹായിക്കുക ഒരാൾ വന്നിട്ട് അയാൾക്ക് ആ ലോണ് വീട്ടാം. പക്ഷേ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു പൈസ, ആ പൈസ വന്നൊരു തേർഡ് പാർട്ടിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അക്കൗണ്ടിൽ ആർക്ക് വേണമെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞുതരാം തേർഡ് പാർട്ടി എങ്ങനെ. ബാങ്ക് ഫസ്റ്റ് പാർട്ടി, ഡെപ്പോസിറ്ററായ നമ്മൾ സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടിയായി വേറെ ആരെങ്കിലും ഒരാൾ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്നു. ആ പൈസ തേർഡ് പാർട്ടി ഒരാൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ആർക്ക് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ പേയ്മെൻറ്റ് തേർഡ് പാർട്ടിക്ക് അവൈലബിൾ ആണ്, ബട്ട് റിസീപ്റ്റ് ഓഫ് മണി, ഗുഡ്സ്, സർവീസസ് ഒരു തേർഡ് പാർട്ടിക്ക് അവൈലബിൾ അല്ല. അതാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷനും. അതായത് കോൺട്രാക്റ്റിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ ചില പ്രശ്നമുണ്ട്. ചില കോൺട്രാക്റ്റുകളിൽ ഈ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എക്സെപ്ഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടി ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ അയാൾക്ക് എന്തുണ്ട്, ആ കോൺട്രാക്റ്റിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ
ഇത് എഴുതിയേക്കുക, തേർഡ് പാർട്ടി കനോട്ട് സ്യൂ ഫോർ ദ കൺസിഡറേഷൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. ഒന്നും അറിയാത്ത ആളുകൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നോ പ്രിവിറ്റി എന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് പാർട്ടി എന്നെങ്കിലും മനസ്സിലാക്കിയേക്കണം. തേർഡ് പാർട്ടിക്ക് പ്രവേശനമില്ലാത്ത ഒന്നാണ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. എന്നാൽ തേർഡ് പാർട്ടിക്ക് ചില കോൺട്രാക്റ്റുകളിൽ എന്തുണ്ട്, എൻട്രി ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ പൊതുവെ പറയുന്ന എക്സെപ്ഷൻസുകളാണ് അല്ലേ. എക്സെപ്ഷൻസുകൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷന് യോഗ്യനല്ല എന്ന്. എന്നാൽ ചില എക്സെപ്ഷൻസുകളുണ്ട്. ഒരു തേർഡ് പാർട്ടിക്ക് അദ്ദേഹം ആ കോൺട്രാക്റ്റിൽ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് അല്ലെങ്കിലും അതിലെ കൺസിഡറേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അപ്പോൾ കുറച്ച് എക്സെപ്ഷനുകളുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ആദ്യം പറയുന്നത് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം എപ്പോഴും ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ് വർക്ക് ചെയ്യുക. എന്നാൽ ആ ബെനിഫിഷ്യറി ഒരിക്കലും അതിൽ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആവില്ല. ഒരു അച്ഛൻ സ്വന്തം സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മകനെ നോക്കാൻ വേണ്ടിയിട്ടാണ് സ്വത്തുക്കൾ ഏൽപ്പിക്കുന്നത്. അച്ഛന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് മകന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് അല്ലാത്ത മകൻ എന്ത് ചെയ്യാൻ പറ്റും, മകൻ ബെനിഫിഷ്യറി ആണെങ്കിൽ ആ ട്രസ്റ്റിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് തൻ്റെ കൺസിഡറേഷൻ വാങ്ങാനും പറ്റും. ദാറ്റ് ഈസ് ട്രസ്റ്റ്. അപ്പോൾ ട്രസ്റ്റ് ഒരിക്കലും ട്രസ്റ്റിനായിട്ടുള്ള കോൺട്രാക്റ്റിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് അല്ലെങ്കിലും ട്രസ്റ്റിൻ്റെ പ്രവർത്തനം വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി ക്യാൻ സ്യൂ അഗെയിൻസ്റ്റ് ദ ട്രസ്റ്റ്. അതാണ് പറയുന്നത്, കോൺട്രാക്ട് ക്രിയേറ്റിംഗ് എ ട്രസ്റ്റ്, ദ ബെനിഫിഷ്യറി യൂസ് എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് ക്യാൻ എൻഫോഴ്സ് ദ ട്രസ്റ്റ്. ഇനി നമ്മൾ പറയുന്നത് വേർ ദ പ്രൊവിഷൻസ് മെയ്ഡ് ഇൻ എ മാരേജ് സെറ്റിൽമെൻറ്റ്. ചില മാരേജ് സെറ്റിൽമെൻറ്റ് when an agreement is made in connection with the marriage and a provision is made for the benefit of a person, he may sue although he is not a party or partner. പാർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസിലാണ് നടക്കാറ്. ഇപ്പോൾ ഒരു മാരേജ് കേസിൽ ഒരു പ്രൊവിഷൻ വെക്കുകയാണ് പെണ്ണിൻ്റെ അച്ഛന്, അതായത് എൻ്റെ മകളെ കല്യാണം, ആ പ്രൊവിഷൻ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ആരായിട്ടാണ് വെക്കുന്നത്, ചെക്കൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ പറയാണ്, വരൻ്റെ അച്ഛനോട് പറയുകയാണ്, എൻ്റെ മകൾക്ക് ഇന്നൊരു പ്രോപ്പർട്ടി ഞാൻ മാരേജിന് ശേഷം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ആ കോൺട്രാക്റ്റ് ആരായിട്ടാണ് അച്ഛൻ വയ്ക്കുന്നത്, വരൻ്റെ അച്ഛനായിട്ടാണ്. പക്ഷേ ആ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അച്ഛൻ ആ പ്രോപ്പർട്ടി മകളെ കയ്യിലേക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ഛനെതിരെ കേസ് ഫയൽ ചെയ്യാം. അതാണ് വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ മാരേജ് സെറ്റിൽമെൻറ്റ്. അതുപോലെ തന്നെയാണ് വേർ ദ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ പാർട്ടീഷൻ, അതായത് ഫാമിലി പാർട്ടീഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ ദ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസ് ഓഫ് എ ഫീമെയിൽ മെമ്പേഴ്സ്. ഇതേ സംഭവം തന്നെയാണ് അത്. പാർട്ടീഷൻ്റെ കേസിലും ഡയറക്റ്റ് ഇൻവോൾവ്ഡ് അല്ലാത്ത ഫീമെയിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, കൺസിഡറേഷന് വേണ്ടിയിട്ട് വാദിക്കാം. ഇവിടെ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടുള്ളത്, ദ ഫീമെയിൽ മെമ്പേഴ്സ് ക്യാൻ എൻഫോഴ്സ് ദ പ്രോമിസ് ദോ ഷീ മേ ബി എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട്. അവരൊരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യുക, ഇതിൽ മാരേജ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് ആർക്ക് വേണ്ടിയിട്ടൊക്കെ നടത്തുന്നത്, മകളുടെ മാരേജ് ആണെങ്കിൽ അച്ഛനാണ് നടത്തുന്നത്. അപ്പോൾ അച്ഛന് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛനെതിരെ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാം, അവൾ ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ പോലും. ഓക്കെ, ഇനി പറയുന്നത് വേർ എ ചാർജ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഫേവർ ഓഫ് എ സ്ട്രേഞ്ചർ ഓൺ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലൊരു കിണറുണ്ടെന്ന് വിചാരിക്കുക. ആ കിണർ നമ്മളതാണ്, പക്ഷെ നമ്മൾ ഒരു സ്ട്രേഞ്ചർ പാർട്ടിക്ക് പറയുന്നത് വെള്ളം കോരുവാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി അയാളതല്ലെങ്കിലും അയാൾക്ക് എന്തുണ്ട്, ആ റൈറ്റ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചില പ്രോപ്പർട്ടി ടീമിൽ എന്ത് ചെയ്യുക, ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രേഞ്ചറിന് ചാർജ് ഉണ്ടെങ്കിൽ അയാൾക്ക് അത് റീഗെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പറയുന്നത് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പലാണ്. എന്താണ് അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ? ഇതിന് എക്സാമ്പിൾ നമുക്ക് കൃത്യമായിട്ട് പറയാം. അതായത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. അതെന്താണ്, ഒരാൾ ചെന്നിട്ട് ഒരു കമ്പനിയിലോ മറ്റു വ്യക്തികളോടോ പറയും ഞാൻ ഇന്ന ആളുടെ ഏജൻ്റാണ്. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഇയാൾ ശരിക്കും ഏജൻ്റാണ്, ഇയാൾ അത് അക്നോളജ് ചെയ്തു, അത് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഏജൻറ്റിന് ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരിക്കും അല്ലേ, ആ പ്രിൻസിപ്പാളിൻ്റെ ഏജൻ്റ് ആണെന്ന് പറഞ്ഞ് ചെല്ലുന്നത്. അപ്പോൾ ആരെടുത്തുനിന്നാണ് ഈ ഏജൻറ്റ്
പൈസ മേടിച്ചത്, ആ പൈസ ഏജന്റിന് നിന്നും പ്രിൻസിപ്പാളിന് എന്ത് ചെയ്യാൻ പറ്റും? റീഗെയിൻ ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ നോക്കുക. ടി റിസീവ്സ് സം മണി ഫ്രം എ ടു ബി പെയ്ഡ് ഓവർ ടു എക്സ്. ഇവിടെ ടി ഉണ്ട്, ഒരു എ ഉണ്ട്, ഒരു എക്സ് ഉണ്ട്. ടി എന്ന് പറയുന്നത് ഏജന്റ് ആണ്, എ എന്ന് പറയുന്നത് പാർട്ടിയാണ്, എക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണ്. ആരുടെ? ടിയുടെ. ഇവിടെ എന്താ പറഞ്ഞത്? എയിൽ നിന്നും ടി പൈസ മേടിച്ചു, എക്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ടി അഡ്മിറ്റ്സ് ഓഫ് ദിസ് റിസിപ്റ്റ് ടു എക്സ്. ഇത് എക്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷെ എക്സ് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് അല്ല. സോ എക്സ് ക്യാൻ റിക്കവർ ദ എമൗണ്ട് ഫ്രം ദ ടി ഹൂ ഷാൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് ദ ഏജന്റ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യമാണ് എക്സെപ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് എന്താണ് ഈ ചോദ്യം? നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത ഏതൊരു കോൺട്രാക്റ്റിന് നമ്മൾ വിളിക്കില്ല ബയർ കോൺട്രാക്ട് ഓർ നേക്കഡ് കോൺട്രാക്ട് എന്നാണ്. ഒരിക്കലും നമ്മൾ കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് കോൺട്രാക്റ്റ് ആക്കാൻ പറ്റില്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, അത് ഇൻവാലിഡ് ആകും. അതാണ് ഇവിടെ പറയുന്നത്. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ കനോട്ട് ബി ക്രിയേറ്റ് എ ലീഗൽ ഒബ്ലിഗേഷൻ. The general rule is that an agreement made without consideration is void. This rule is contained in the section 25 of the Indian Contract Act. Indian Contract Act in the section 25 പ്രകാരം ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഏത് വ്യക്തിയോട് ഉണ്ടാക്കുകയാണോ അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ, പണമോ വസ്തുക്കളോ സർവീസോ ഇല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. വിച്ച് ഡിക്ലെയർസ് ദാറ്റ് ആൻ എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. അതിനെ നമ്മൾ വോയിഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുക. ദിസ് മീൻസ് കൺസിഡറേഷൻ ഈസ് എ മസ്റ്റ് ഇൻ ഓൾ കേസസ്. അതുകൊണ്ട് തന്നെ ഏതൊരു കോൺട്രാക്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൺസിഡറേഷൻ. നമുക്ക് വേണമെങ്കിൽ പറയാം കൺസിഡറേഷൻ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് കോൺട്രാക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വൈ പ്രോമിസസ് ടു പേ എക്സ് 5,000 rupees വിത്തൗട്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. വൈ എന്ന് പറയുന്ന ഒരു പ്രോമിസ് ചെയ്യണം എക്സിന് 5,000 രൂപ തരാമെന്നാണ്. വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് റിട്ടേൺ, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബയർ പ്രോമിസ്. ഇറ്റ് ഗീവ്സ് നോ റൈറ്റ് ഓഫ് ആക്ഷൻ. നമ്മളൊരാൾക്ക് വെറുതെ 5,000 രൂപ കൊടുക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അയാളൊരു ഇങ്ങോട്ടൊരു കൺസിഡറേഷൻ. കൺസിഡറേഷൻ നമുക്ക് കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു തന്നു, അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരിക്കലും നമുക്ക് കൺസിഡറേഷനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇനി പറയുന്നത് ഇതിനും കുറച്ച് എക്സെപ്ഷനുകളുണ്ട്. അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകളെയും നമ്മൾക്ക് കോൺട്രാക്റ്റുകളായി ചില സന്ദർഭങ്ങളിൽ പരിഗണിക്കേണ്ടി വരും. അത് ഏതൊക്കെ നോക്കാം. അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്റ്റുകളെ വാലിഡ് കോൺട്രാക്റ്റ് പരിഗണിക്കുന്നുണ്ട് ചില കോൺട്രാക്റ്റുകൾ. ആ കോൺട്രാക്റ്റുകൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ഏതൊരു കോൺട്രാക്റ്റിനും കൺസിഡറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് വാലിഡ് അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. എന്നാൽ ചില കേസുകളിൽ കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോൺട്രാക്റ്റ്, വാലിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രോമിസ്ഡ് മേഡ് ആൻ അക്കൗണ്ട് ഓഫ് എ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അതായത് നമ്മളൊരു പ്രോമിസ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് അതിനെ കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതാണ് പറഞ്ഞത്, ആ എഗ്രിമെൻറ്റ് നമ്മൾ റൈറ്റ് ചെയ്യണം, ആ എഗ്രിമെൻറ്റ് രജിസ്റ്റേർഡ് ചെയ്യണം. പിന്നെ ആ എഗ്രിമെൻറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കേണ്ടത്? നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന്. പിന്നെ ഈ ഇതിലുണ്ടായിരുന്ന പാർട്ടികൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കണം. ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ ഒരു കോൺട്രാക്റ്റ് ഒരു ലവിൻ്റെയും നാച്ചുറൽ ലവിൻ്റെയും അഫെക്ഷൻ്റെയും ബേസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റിന് നമ്മൾക്ക് വാലിഡിറ്റി കിട്ടും, ഈവൻ ദോ ദർ ഈസ് നോ കൺസിഡറേഷൻ. ഇവിടെ പറയുന്നൊരു എക്സാമ്പിൾ നോക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ വഴക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്ത് ചെയ്തു? ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? ഹസ്ബൻഡ് പ്രോമിസ്ഡ് ഇൻ റൈറ്റിംഗ്, അയാൾ എഴുതി. അപ്പോൾ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടാ ടു പേ ഹിസ് വൈഫ് എ സം മണി ഫോർ ഹർ മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേറ്റ് റെസിഡൻസ്. ആ ഭാര്യ ആയിട്ടുള്ള ആറിന്, ബി എന്ന് പറയുന്ന ഹസ്ബൻഡാണ്, ആ ആറിന് ഒറ്റയ്ക്ക് താമസിക്കാനും അതിൻ്റെ ചിലവിനും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എഗ്രിമെൻ്റ് എഴുതിയില്ലേ കൺസിഡറേഷൻ ഇല്ലെങ്കിലും. പക്ഷേ ഈ കോൺട്രാക്റ്റ് വോയിഡായി മാറി. കാരണം നോക്കുക, ദി എഗ്രിമെൻറ്റ് വാസ് ഓൾസോ രജിസ്റ്റേർഡ്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ പ്രോമിസ് വാസ് നോട്ട് എൻഫോഴ്സിബിൾ ബിക്കോസ് ഇറ്റ് വാസ് നോട്ട്
എൻഡഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, അല്ലാതെ സ്നേഹത്തോടല്ലല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രാക്റ്റ് എന്തായി മാറി, എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെ വോയിഡായി. പക്ഷേ ഭർത്താവ് പറയുന്നത് അമേരിക്കയ്ക്ക് പോവുകയാണ് ജോലി സംബന്ധമായി, നീ ഒരു പ്രത്യേക ഫ്ലാറ്റിൽ നിന്നോ എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലാറ്റ് നിൽക്കുന്നതിനും അതിനുള്ള ചിലവിനും വേണ്ടിയിട്ട് ഒരു രജിസ്റ്റേർഡ് ചെയ്തു, റൈറ്റ് ചെയ്തിട്ടാണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. വാലിഡ് ആണ്. ബിക്കോസ് അവിടെ വഴക്ക് എന്ന് പറയുന്ന കോറൽസ് ഉണ്ടായില്ല, അവിടെ കോറൽസ് ഉണ്ടായതുകൊണ്ട് ഈ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയി. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷന് പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ് ആണ് സെക്ഷൻ 25 സബ്സെക്ഷൻ 2 ആണ്. ചില ആളുകൾ സ്വമേധ ചില ആളുകൾക്ക് സർവീസ് കൊടുക്കും. അപ്പോൾ അത് ഒരു കോൺട്രാക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അല്ലേ. അപ്പോൾ അവിടെ ആദ്യം എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ടോ? എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നില്ല. കോസി കോൺട്രാക്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നില്ല. ലേറ്റർ അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ കൺസിഡറേഷൻ മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല. ഇവിടെ ഏതാണ് പറയുന്നത്, ബി എന്ന് പറയുന്ന ആൾ എയുടെ പേഴ്സ് പോകുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക്, അതായത് ബിക്ക് എയിൽ നിന്നും കൺസിഡറേഷൻ കിട്ടാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അത് എത്രയാണ് തീരുമാനിക്കേണ്ടതായിരിക്കാണ്, എക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. ഇവിടെ പറയുന്നത് എ പ്രോമിസസ് ടു ഗീവ് ബി ₹500. ദിസ് വിൽ ബി എ കോൺട്രാക്ട് വാലിഡ് വിത്തൗട്ട് എനി ഫോർമൽ കൺസിഡറേഷൻ. ഇവിടെ ഫോർമൽ ആയിട്ടൊരു കൺസിഡറേഷന് ആര് പറയുന്നില്ല, എ പറയുന്നില്ല. അപ്പം നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പേഴ്സ് കിട്ടി, അതിൻ്റെ ഉടമസ്ഥന് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കൺസിഡറേഷൻ കിട്ടാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. പക്ഷേ എത്രയും തീരുമാനിക്കാനുള്ള റൈറ്റ് അയാൾക്കാണ്. ഓക്കെ, അപ്പോൾ അതും ഈ ഇതിൻ്റെ എക്സെപ്ഷണൽ കേസിൽ വരുന്നതാണ്. രണ്ടാമത് പറയുന്നത് എഗ്രിമെൻ്റ് ടു പേ ദ ടൈം ബാഡ് ഡെപ്റ്റ്. എന്താണ് ടൈം ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ രാജ്യത്തൊരു പ്രത്യേക നിയമമുണ്ട്, അതായത് ലിമിറ്റേഷൻ ആക്ട്. ഒരു കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കേസ് ഇത്ര സമയത്തിനുള്ളിൽ പരാതി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അത് ഭയങ്കര കാലം ഉണ്ടാവും അതിനെന്തായാലും. അപ്പോൾ നമുക്കറിയാം നമ്മളെ രാജ്യത്ത് എന്തിനാണെങ്കിലും എന്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് റിജക്റ്റഡ് ചെയ്യും. ഇവിടെ ഒരു സംഭവം, എ എന്ന് പറഞ്ഞ ആൾ ബിക്ക് 2000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ അത് ടൈം ബാഡ് ഡെപ്റ്റ് ആണ്, അതായത് സമയം കഴിഞ്ഞിരുന്നു, കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ എ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിട്ടേൺ പ്രോമിസ് ആയിരുന്നു കൊടുത്തത് 2000 തരാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് എന്താണ്, വാലിഡ് ആണ്. അതായത് ടൈം ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഈ കോൺട്രാക്റ്റ് ക്യാൻസലായി പോയി. പക്ഷേ ആ കണ്ടീഷൻസ് ഒന്ന് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഇയാൾ, എന്താണ്, റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയാണ്. കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ കണ്ടീഷനായ ഏതൊരു കോൺട്രാക്റ്റിനും കൺസിഡറേഷൻ വേണം, അതില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവും. പക്ഷേ ഇവിടെ ഇന്ത്യൻ കോൺട്രാക്റ്റിലെ 185 വകുപ്പ് അനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്റ്റ്, ഒരു ഏജൻസി കോൺട്രാക്റ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ഉണ്ടാക്കാം. ഏജൻസി എന്താ നമ്മളൊരു ചാപ്റ്റർ തന്നെ മുഴുവനായിട്ട് പഠിക്കും. ഇനി അടുത്ത് ഗിഫ്റ്റാണ്. ഗിഫ്റ്റിൽ ശരിക്കും ഗിഫ്റ്റ് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് ഒരു കൺസിഡറേഷൻ ഇല്ലാത്തതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ബർത്ത്ഡേക്ക് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു, അപ്പോൾ നമ്മൾ അവനോട് പറയണേ ഞാൻ എനിക്ക് ഗിഫ്റ്റ് തന്നു, എനിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുമോ? പറയില്ല. പക്ഷേ ആ കോൺട്രാക്റ്റും വാലിഡ് ആക്കുന്നൊരു പരിപാടി ഉണ്ട്, നോക്കാം. വെൻ എ പേഴ്സൺ ട്രാൻസ്ഫർ സം പ്രോപ്പർട്ടി ടു അനദർ ഹി കനോട്ട് സബ്സിക്വൻ്റ്ലി ഡിമാൻഡ് ദ പ്രോപ്പർട്ടി ബാക്ക് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദർ വാസ് നോ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ കൊടുത്തൊരു ഗിഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് വാങ്ങിക്കാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ അതൊരു വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്നോട് ചെയ്യുക. ഈ വീഡിയോ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് വിദ്യാർത്ഥികൾക്ക്, ഔട്ട്സൈഡേഴ്സ് ഇത് കാണുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ്, ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ 1-2 പ്രാവശ്യം കാണുക, എന്നിട്ട് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതോടെ നമ്മൾ കൺസിഡറേഷൻ എന്ന പാർട്ട് തീർന്നു. ഇനി അടുത്ത പാർട്ടായ കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.